മംഗൽപാടി കടമ്പാർ കുത്കോടി നിവാസികൾ മാലിന്യ പ്രശ്നത്താൽ വീർപ്പുമുട്ടുന്നു. വിവിധയിടങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് തള്ളുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ തയ്യാറാകാത്ത പഞ്ചായത്ത് അധികൃതർക്കെതിരെയും പ്രതിഷേധം ശക്തമാണ്. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. കൃത്യമായ മാലിന്യ സംസ്കരണ സംവിധാനമില്ലാത്തതിന്റെ പേരിൽ ദിവസേന ജനകീയ പ്രതിഷേധങ്ങളെ നേരിടേണ്ടി വരുന്ന പഞ്ചായത്താണ് മംഗൽപാടി പഞ്ചായത്ത്. ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ പ്രവൃത്തി പുരോഗമിക്കുന്നു എന്ന കാരണത്താൽ മാലിന്യം പലയിടങ്ങളിലും കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ്. 21-ാം വാർഡായ കമ്പാർ കുത്കോടിയിലെ ജനങ്ങൾ കുന്നുകൂട്ടിയിട്ട മാലിന്യങ്ങൾക്കിടയിൽ നരകയാതന അനുഭവിക്കുകയാണ്. പ്രദേശങ്ങളിലെ കടകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യം, കല്യാണ വീടുകളിൽ നിന്നുള്ള ഭക്ഷണ അവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ തുടങ്ങിയവയാണ് ഇവിടെ കൂട്ടിയിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രദേശത്ത് ഇപ്പോൾ തെരുവ് നായ്ക്കളുടെയും കാട്ടുപന്നിയുടെയും ശല്യവും വ്യാപകമാണെന്ന പരാതിയുമുണ്ട്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ മരണഭയത്തോടെയാണ് ഇപ്പോൾ ഇതുവഴി യാത്ര ചെയ്യുന്നത്. അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ മാലിന്യങ്ങൾ തെരുവ് നായ്ക്കളും കാക്കകളും വീട്ടുമുറ്റത്തും കിണറുകളിലും ഇടുന്നതും നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു. മാലിന്യത്താൽ കുടിവെള്ളം പോലും മുട്ടിയ സ്ഥിതിയിലാണ് പ്രദേശവാസികളായ 100ഓളം കുടുംബങ്ങൾ. മാലിന്യം നീക്കം ചെയ്യാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ നിരവധി തവണ പഞ്ചായത്തിലും ആരോഗ്യവകുപ്പ് അധികൃതർക്കും നിവേദനം നൽകിയിരുന്നെങ്കിലും ഇതുവരെയായും ഇവരാരും തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതോടെയാണ് പരിസരവാസികളായ 2 പേർ സ്വന്തം ചിലവിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ നിരീക്ഷിക്കുന്നതിനായി റൊട്ടേറ്റിംഗ് ക്യാമറ സ്ഥാപിച്ചത്. നാഷണൽ ഹൈവേയുടെ റോഡുമായി ബന്ധപ്പെട്ട് അത് പണി പുരോഗമിക്കുന്നതിനാൽ ഈ പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള മുഴുവൻ മാലിന്യങ്ങളും 21-ാം വാർഡായ ഈ 3 റോഡ് കട്ടിങ് ചെയ്യുന്ന ഈ പ്രദേശത്താണ് കുന്നുകൂടിയിരിക്കുന്നത്. അങ്ങനെ ഇവിടെ ഈ പ്രദേശത്ത് 100ഓളം വീടുകൾ, കിണറുകളിൽ കാക്കയും നായും മറ്റുള്ള ജന്തുക്കൾ മാലിന്യം കൊണ്ടുപോയി കിണറ്റിൽ ഇടുന്ന ഒരു സംഭവം ഉണ്ട്. അതിന് ഇവിടുത്തെ ജനങ്ങളാകെ വിഭ്രാന്തികളായി പഞ്ചായത്തിലേക്ക് നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ നിവാസികളായ 2 പേർ അവരെ പോക്കറ്റ് പണിയിൽ നിന്ന് ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് ഇവിടുത്തെ എല്ലാ വശങ്ങളും ഈ മാലിന്യം നിക്ഷേപിക്കുന്ന ഈ റോഡിൻ്റെ 2 സൈഡും അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളിലേക്ക് റൊട്ടേറ്റിംഗ് ക്യാമറ 360 ക്യാമറ 2 ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് ഈ മാലിന്യം സ്ഥാപിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങിയാണ് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ച് മുന്നോട്ട് വന്നത്. 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് പരസ്യമായി മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനുള്ള തയ്യാറെടുപ്പിലാണിവർ. ഇതിന്റെ ഭാഗമായി പഞ്ചായത്ത്, ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് നിവേദനവും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.